കേവലം ഒരു ആക്രമണമായിരുന്നില്ല, മറിച്ച് ഒരു ലോക മഹായുദ്ധത്തിന്റെ കവാടം അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നുകൊടുത്ത, ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച 1941 ഡിസംബർ 7 നടന്ന സംഭവം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റപ്പെട്ട സൈനിക നീക്കത്തിലൂടെ ജപ്പാൻ അമേരിക്കയുടെ ഹവായിയിലുള്ള നാവിക താവളമായ പേൾ ഹാർബറിനെ ആക്രമിച്ച ദിവസം. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് വിശേഷിപ്പിച്ചതുപോലെ എ ഡേറ്റ് വിച്ച് വിൽ ലൈവ് ഇൻ ഇൻഫാമി അഥവാ അപകീർത്തിയിൽ ജീവിക്കുന്ന ഒരു തീയതിയായിരുന്നു അത്. പേൾ ഹാർബറിലെ ആക്രമണം ഒരു മിന്നൽ ആക്രമണമായിരുന്നുവെങ്കിലും അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നില്ല. ദശാബ്ദങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്രാജ്യത്വ മോഹങ്ങളുടെയും അഗ്നിപർവ്വതമാണ് അന്ന് പൊട്ടിത്തെറിച്ചത്. ഏഷ്യൻ പസഫിക് മേഖലകളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ജപ്പാൻ നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളാണ് ഈ സംഘർഷങ്ങൾക്ക് അടിസ്ഥാനം. 1930കളിൽ തന്നെ ചൈനയിലേക്ക് ജപ്പാൻ നടത്തിയ കടന്നുകയറ്റങ്ങൾ അമേരിക്കൻ നേതൃത്വത്തിന് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയത്. ചൈനയിലെ മഞ്ചൂറിയ അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ജപ്പാൻ തെക്കു കിഴക്കൻ ഏഷ്യയിലും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്രാജ്യത്വ സ്വപ്നങ്ങൾക്ക് മുന്നിലെ ഏക വെല്ലുവിളി പസഫിക് മേഖലയിലെ അമേരിക്കൻ നാവിക ശക്തിയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ജപ്പാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. പ്രധാനമായും യുദ്ധത്തിന് അത്യന്താപേക്ഷിതമായ എണ്ണയുടെയും സ്റ്റീലിന്റെയും കയറ്റുമതി അമേരിക്ക നിർത്തിവെച്ചു. സാമ്പത്തികമായി തളർത്തുവാനുള്ള ഈ നീക്കം ജപ്പാനെ സംബന്ധിച്ച ഒന്നെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. കീഴടങ്ങാൻ തയ്യാറാകാതിരുന്ന ജപ്പാൻ തങ്ങളുടെ വിപുലീകരണ പദ്ധതികൾ തടസ്സമായി നിൽക്കുന്ന അമേരിക്കയുടെ പസഫിക് കപ്പൽ പടയെ ഒരൊറ്റ പ്രഹരത്തിൽ തകർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പേൾ ഹാർബർ ആക്രമണത്തിനുള്ള അതീവ രഹസ്യമായ പദ്ധതികൾക്ക് ജാപ്പനീസ് അഡ്മിറൽ യാമമോട്ടോ ഇസോറോക്കുവിന്റെ നേതൃത്വത്തിൽ രൂപം നൽകി. അങ്ങനെ 1941 ഡിസംബർ 7 ഞായറാഴ്ച ശാന്തമായ പ്രഭാതത്തിൽ പേൾ ഹാർബർ യുദ്ധത്തിന്റെ ഭീകരതയിലേക്ക് ഉണർന്നു. അമേരിക്കൻ നാവികർ ആഴ്ചാവധി ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണ സാധ്യത അവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കൃത്യം 8 മണിക്ക് മുൻപ് തന്നെ ജാപ്പനീസ് ഇംപീരിയൽ നേവിയുടെ 350ലധികം യുദ്ധവിമാനങ്ങൾ 2 തരങ്ങളായി പേൾ ഹാർബറിന് മുകളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. യുദ്ധവിമാനങ്ങളുടെയും ടോർപിഡോകളുടെയും മഴയായിരുന്നു പിന്നീട് കണ്ടത്. വെറും 75 മിനിറ്റ് മാത്രമാണ് ഈ ആക്രമണം നീണ്ടുനിന്നത്. എന്നാൽ ഈ 75 മിനിറ്റുകൾ കൊണ്ട് പേൾ ഹാർബർ തകർന്ന് തരിപ്പണമായി. ജപ്പാൻ ലക്ഷ്യമിട്ടത് അമേരിക്കയുടെ ശക്തി കേന്ദ്രമായ കപ്പലുകളായിരുന്നു. ഈ മിന്നലാക്രമണത്തിൽ അമേരിക്കയുടെ 8 യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായും നശിക്കപ്പെടുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്തു. 20ലധികം മറ്റ് നാവിക യാനങ്ങൾക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. 340ൽ അധികം വിമാനങ്ങൾ തകർന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ആ ദുരന്തം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ നഷ്ടം വളരെ വലുതായിരുന്നു. 2400ൽ അധികം അമേരിക്കൻ സൈനികർക്കും സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇത്രയും വലിയൊരു നാശം അമേരിക്കൻ മണ്ണിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഈ ആക്രമണം അമേരിക്കൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു യുദ്ധപ്രഖ്യാപനം പോലും ഇല്ലാതെയാണ് ജപ്പാൻ ഈ മിന്നൽ ആക്രമണം നടത്തിയത് എന്ന വസ്തുത അമേരിക്കൻ ജനതയെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. യുദ്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ച ഒരു ജനത ഒറ്റ രാത്രി കൊണ്ട് ജപ്പാനെതിരായ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു. ആക്രമണത്തിന്റെ പിറ്റേന്ന്, അതായത് 1941 ഡിസംബർ 8 പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് കോൺഗ്രസിന് മുന്നിൽ വികാര നിർഭരമായ ഒരു പ്രസംഗം നടത്തി. ഡിസംബർ 7 1941 അപകീർത്തിയിൽ ജീവിക്കുന്ന ഒരു തീയതി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ പ്രസംഗത്തിലാണ്. റൂസ്വെൽറ്റിന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ കോൺഗ്രസ് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതോടെ
ലോക മഹായുദ്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ച അമേരിക്ക ഔദ്യോഗികമായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിച്ചു. ഈ യുദ്ധപ്രഖ്യാപനം ഒറ്റയടിക്ക ലോകരാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ചു. അമേരിക്കയുടെ അസംഖ്യം സൈനിക ശേഷിയും സാമ്പത്തിക ശക്തിയും ലോകമഹായുദ്ധത്തിലേക്ക് പ്രവഹിച്ചതോടെ സഖ്യകക്ഷികൾക്ക് അത് വലിയ ഊർജമായി മാറി. ജർമ്മനിക്കും ജപ്പാനും എതിരായ പോരാട്ടം അതോടെ പുതിയ തലത്തിലേക്കെത്തി. പേൾ ഹാർബറിലെ ജാപ്പനീസ് വിജയം കേവലം ഒരു താൽക്കാലിക നേട്ടം മാത്രമായിരുന്നു. കാരണം അവർ ലക്ഷ്യമിട്ടതുപോലെ അമേരിക്കൻ പസഫിക് കപ്പൽപ്പടയുടെ വിമാനവാഹിനി കപ്പലുകൾ അന്ന് തുറമുഖത്ത് ഉണ്ടായിരുന്നില്ല. അത് അമേരിക്കൻ സേനയ്ക്ക് പിന്നീട് തിരിച്ചു വരാൻ ഒരു അവസരം നൽകി. പേൾ ഹാർബറിലെ ആക്രമണത്തിന്റെ പ്രതികാരമെന്നോണം അമേരിക്ക നൽകിയ മറുപടിയാണ് പിൽക്കാലത്ത് ലോകം കണ്ടത്. പസഫിക് യുദ്ധമുഖം അതോടെ ലോക മഹായുദ്ധത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ട ഭൂമിയായി മാറി. ചുരുക്കത്തിൽ പേൾ ഹാർബർ ആക്രമണം കേവലം ഒരു നാവിക താവളത്തെ ആക്രമിച്ച സംഭവം എന്നതിലുപരി അത് ഒരു രാജ്യത്തെ മുഴുവൻ ഒറ്റക്കെട്ടായി യുദ്ധകളത്തിലേക്ക് ഇറക്കിവിട്ട ഒരു കാറ്റലിസ്റ്റ് ആയിരുന്നു. ആ 75 മിനിറ്റുകൾ ലോകക്രമം മാറ്റിമറിച്ച രണ്ടാം ലോകയുദ്ധത്തിന്റെ ക്ലൈമാക്സിലേക്ക് ലോകത്തെ കൈപിടിച്ചു നടത്തി. പേൾ ഹാർബർ ഇന്നും അമേരിക്കൻ ദേശീയ വികാരത്തിന്റെ ഒരു സ്ഥിരാകേന്ദ്രമായി നിലകൊള്ളുന്നു. ആ ദിവസം ലോക ചരിത്രത്തിൽ ഒരു വലിയ പാഠമായി, മറക്കാനാവാത്ത ഓർമ്മയായി അവശേഷിക്കുകയാണ്.